നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 16, 2025 വ്യാഴം. അങ്ങനെ ഈ മാസത്തെ സെൻസെക്സിൻ്റെ മൂന്നാമത്തെ ആഴ്ചയുടെ വീക്ക്ലി എക്സ്പയറിയിലേക്ക് ഇന്ന് നമ്മൾ പ്രവേശിക്കുകയാണ്. സെൻസെക്സിൻ്റെ വീക്ക്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇന്ന് വോൾട്ടാലിറ്റി അനുഭവപ്പെട്ടേക്കാം. US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യയെക്കുറിച്ച് പുതിയൊരു പരാമർശം വരികയുണ്ടായി. അവയെക്കുറിച്ചൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിലുള്ള പ്രതീക്ഷ വർദ്ധിച്ചതും മാത്രമല്ല Q2 ഏർണിംഗ്സിലും പ്രതീക്ഷ വർദ്ധിച്ചതിനെ തുടർന്ന് ഇന്നലെ നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ചെറിയ എമൗണ്ടിനാണെങ്കിൽ കൂടിയിട്ടും 68.64 കോടി രൂപയ്ക്ക് ഈ ആഴ്ചയിലെ ആദ്യത്തെ ബൈ നടത്തുകയുണ്ടായി. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 4650.08 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം ഇന്നലെ മാർക്കറ്റിന് കാഴ്ചവെക്കുവാൻ സാധിച്ച ശക്തമായ പ്രകടനത്തെ തുടർന്ന് ഇന്ന് നിഫ്റ്റിക്ക് സെപ്റ്റംബർ മാസത്തെ സ്വിംഗ് ഹൈ ആയ 25,400, 25,500 എന്നീ ലെവലുകളിലേക്ക് എത്തിച്ചേർന്നേക്കാം. അതുകൊണ്ട് തന്നെ ഇന്ന് നിഫ്റ്റിക്ക് ഈ രണ്ട് ലെവലുകളും അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ രണ്ട് ലെവലുകൾക്കും മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് മാസത്തെ സ്വിംഗ് ഹൈ ആയ 25,670 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയില്ല. എന്നാൽ അതേസമയം ഡൗൺ സൈഡിലേക്ക് 25,150 എന്ന ലെവൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ടും 25,050 എന്ന ലെവൽ ക്രൂഷ്യൽ സപ്പോർട്ടുമാണ്. തുടർന്ന് 25,000 എന്ന ലെവൽ സൈക്കോളജിക്കൽ സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ഈ ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊക്കെ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയുണ്ടായത്. മാർക്കറ്റ് സമയത്ത് റിയൽ ടൈം അപ്ഡേറ്റ്സ് നൽകുവാനായിട്ട് നമ്മൾ പുതിയ ടെലഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യപ്പെടുന്നവർക്ക് കമന്റ് ബോക്സിൽ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നലെ US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും പുതിയ പ്രഖ്യാപനം യുഎസിലുണ്ടായി. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ഉറപ്പു നൽകി ഇന്ത്യ റഷ്യയിൽ നിന്നും നിലവിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ വ്യാപാരം അവസാനിപ്പിക്കുമെന്ന്. സോ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം തന്നെ സ്വന്തമായി പറഞ്ഞതാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച വന്നോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു സ്ഥിരീകരണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വരേണ്ടതായിട്ടുണ്ട്. കാരണം ട്രംപ് ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിനെ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കുവാനും സാധിക്കുകയില്ല. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക്, ഇൻഫോസിസ് ADRകൾ ഒഴികെ ബാക്കി എല്ലാ ADR സ്റ്റോക്സിനും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. ഇന്നലെ യുഎസിൽ നിന്നും റിലീസ് ചെയ്യപ്പെടേണ്ടിയിരുന്ന സെപ്റ്റംബർ മാസത്തെ വിവിധ ഇൻഫ്ലേഷൻ ഡാറ്റകളുടെ റിലീസ് ഒക്ടോബർ 24, 2025 മാറ്റിവെച്ചിട്ടുണ്ട് ഗവൺമെന്റ് ഷട്ട്ഡൌണിനെ തുടർന്ന്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ രാവിലെ UK-യിൽ നിന്നും ഓഗസ്റ്റ് മാസത്തെ GDP മന്ത് ഓൺ മന്ത് വരുന്നുണ്ട്. വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 6 മണിയോടുകൂടി US-ൽ നിന്നും സെപ്റ്റംബർ മാസത്തെ PPI മന്ത് ഓൺ മന്ത്, സെപ്റ്റംബർ മാസത്തെ റീറ്റെയിൽ സെയിൽസ് ഡാറ്റ മന്ത് ഓൺ മന്ത് തുടങ്ങിയവ റിലീസ് ചെയ്യപ്പെടും. ഈ 3 ഇവന്റുകളാണ് ഇന്ന് പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളായിട്ട് നിലനിൽക്കുന്നത്. ഇൻഫോസിസ്, വിപ്രോ, ജിയോ ഫൈനാൻഷ്യൽ സർവീസസ്, നെസ്ലെ ഇന്ത്യ, L&T മൈൻട്രി, ഇറ്റേണൽ, JSW ഇൻഫ്രാസ്ട്രക്ചർ, ഇന്ത്യൻ ബാങ്ക് തുടങ്ങിയ പ്രധാനപ്പെട്ട കമ്പനികൾ അവയുടെ Q2 ഏർണിംഗ്സ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റിൽ ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഡോവിഷ് കമന്റിനെ തുടർന്ന് US ചൈന ട്രേഡ് ടെൻഷൻസ് നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് S&P 500നും നാസ്ഡാക്കിനൊക്കെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. മാത്രമല്ല നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ നേരിയ നേട്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ജർമ്മൻ മാർക്കറ്റുകൾക്ക് ഇന്നലെ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് 2% നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് ജപ്പാൻ മാർക്കറ്റും കൊറിയൻ മാർക്കറ്റും 1% നേട്ടത്തോടുകൂടി തന്നെയാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം നിലവിൽ 1%-ലേറെ ഉയർച്ചയാണ് കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം ഗോൾഡിന്റെ വില $4,206 മുകളിലായിട്ടാണ് നിലനിൽക്കുന്നത്. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കലിസ്റ്റിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 1.24 എന്ന ലെവലിലും മാക്സ് പെയിൻ 25,300 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. മോഡറേറ്റ് വോൾട്ടാലിറ്റി നിലനിൽക്കുമ്പോഴും പോസിറ്റീവ് ട്രെൻഡിനെ സൂചിപ്പിച്ചുകൊണ്ട് അപ്പർ ആൻഡ് ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള
ലോങ് ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ തന്നെയാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും കാണുവാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല നിഫ്റ്റിയുടെ RSI 60.49 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുണ്ടായി. അതുകൂടാതെ നിലവിൽ നിഫ്റ്റി അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുന്നതും. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,700 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. അതേസമയം 25,300 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റും പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.07 എന്ന ലെവലിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. മാക്സ് പെയിൻ 56,500 എന്ന നിലയിലേക്കും. ഇന്നലത്തെ നേട്ടത്തോടുകൂടി മിനിങ്ങാന്ന് കാണുവാനിടയായ കൺസോളിഡേഷന് ശേഷം ബാങ്ക് നിഫ്റ്റിക്ക് ശക്തമായ ബൗൺസ് ബാക്ക് നടത്തുവാനായി തൽഫലമായി സെപ്റ്റംബർ മാസത്തെ ലോയിൽ നിന്നും ജൂലൈ മാസത്തെ ഹൈയിലേക്ക് 78.6% ഫിബനാച്ചി റീട്രേസ്മെന്റ് ലെവലും ബാങ്ക് നിഫ്റ്റിക്ക് പൂർത്തിയാക്കുവാൻ സാധിച്ചു. തൽഫലമായി പോസിറ്റീവ് ട്രെൻഡിനെ സൂചിപ്പിച്ചുകൊണ്ട് ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ തന്നെയാണ് ഡെയിലി ചാർട്ട്സിൽ നിന്നും കാണുവാനായിട്ട് സാധിക്കുക. ബാങ്ക് നിഫ്റ്റിയും അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ട് തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുന്നതും. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 57,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 57,400 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുക. അതേസമയത്ത് പുട്ട് സൈഡിലേക്ക് 57,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയായിട്ടാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ ദൃശ്യമാകുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പറയുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ ടു ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. ആക്സിസ് ബാങ്ക് പ്രോഫിറ്റിൽ 26.4% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് അതേസമയം 1.9% ഉയർച്ചയും രേഖപ്പെടുത്തി. HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി പ്രോഫിറ്റിൽ 3% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ നെറ്റ് പ്രീമിയം ഇൻകത്തില് 13.6% വർധനവും രേഖപ്പെടുത്തുകയുണ്ടായി. അതേസമയം നെറ്റ് കമ്മീഷനില് 26.4% ഉയർന്നു. L&T ഫൈനാൻസ് പ്രോഫിറ്റിൽ 5.6% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിൽ 7.9% ഉയർച്ചയും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 10.3% ഉയർച്ചയും രേഖപ്പെടുത്തി. ഒബ്രോയ് റിയാലിറ്റി പ്രോഫിറ്റിൽ 29% വർധനവ് രേഖപ്പെടുത്തുകയുണ്ടായി. റവന്യൂവില് 34.8% ഉയർച്ചയും രേഖപ്പെടുത്തി. ഡെൽറ്റ കോർപ്പ് പ്രോഫിറ്റിൽ 7% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 0.4% നേരിയ ഉയർച്ച രേഖപ്പെടുത്തി. ഏഞ്ചൽ വൺ പ്രോഫിറ്റിൽ 50% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. റവന്യൂവിലും 20.7% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. ഭാരത് ഇലക്ട്രോണിക്സ് 592 കോടി രൂപയുടെ പുതിയ അഡീഷണൽ ഓർഡറുകൾ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ജ്യോതി സ്ട്രക്ചർ 288.36 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. KEC ഇന്റർനാഷണൽ 1038 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.